ഇത്രയും ലുക്കുള്ള വണ്ടികൾക്ക് ഇത്ര മൈലേജ് കൊടുക്കാൻ പാടില്ല. അതെ, ടി വി എസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ കുറച്ച് മുന്നോട്ടാണ്. എത്ര മൈലേജ് വരുന്നുണ്ട്? ഇപ്പൊ നോർമലി ഇതുപോലെ ഒരു 300cc 400cc സെഗ്മെന്റിൽ ബൈക്കിൽ മൈലേജ് നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയും വളരെ കുറവാണ്, 30, 28 ഒക്കെയാണ് പറയുന്നത്. പക്ഷേ ടു ബി ഓണസ്റ്റ് എനിക്ക് ഇതിൽ മൂന്നാർ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതിൽ മിക്കവരും പറയുന്ന ഒരു പോരായ്മ, ഈ ബൈക്കിന്റെ ഒരു പോരായ്മയും പറയുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്തും കൂടെ ഞാൻ സജഷൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വണ്ടിയൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ മെയിൻ്റനൻസും പാർട്സിനൊക്കെ നല്ല കോസ്റ്റ് ആയിരിക്കും. അപ്പം ആവശ്യത്തിനധികം വാരികൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്യൂക്കിനെ പോലെ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റീസെൻ്റ്ലി കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ TVS ലോഞ്ച് ചെയ്തൊരു മോഡലായിരുന്നു RTR 310. അപ്പോൾ ഇന്ന് എൻ്റെ കൈവശം ഇപ്പോൾ ഉള്ളത് നമ്മുടെ TVSൻ്റെ RTR 310 മോഡൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് നോക്കാനുള്ള നിങ്ങൾക്ക് മനസ്സിലായി കാണാം. നമുക്ക് ഈ ഒരു വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് ഇന്ന് നോക്കാനായിട്ടുള്ളത്. യെസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു RTR 310 ഓണർ എന്ന് പറയുന്നത് വൈശാഖ് ബ്രോ. ഗുഡ് മോർണിംഗ്. ഓക്കെ, വൈശാഖ് ബ്രോ ആണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വൈശാഖ് ബ്രോയിൽ നിന്നും ഈ ഒരു RTR 310 ഫുൾ ആൻഡ് ഫുൾ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ നമുക്ക് കണ്ടറിയാം അല്ലേ? യെസ്. അപ്പോൾ വണ്ടിയിലെ മറ്റു കാര്യങ്ങളോട്ട് വരും മുന്നേ വൈശാഖ് ബ്രോ ഒന്ന് പരിചയപ്പെടുത്താവോ? ഓക്കെ, അപ്പം എൻ്റെ പേര് വൈശാഖാണ്. ഞാൻ ഇവിടെ കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനടുത്താണ് എൻ്റെ വീട്. ഞാനൊരു IT ഫേമിൽ വർക്ക് ചെയ്യുന്നു. സോ ദിസ് ഇസ് മൈ സെക്കൻഡ് ബൈക്ക് ആണ്. ആദ്യത്തെ ബൈക്ക് എനിക്ക് അപ്പാച്ചേരിയൻ RTR 200 ആയിരുന്നു, മറ്റേ റെഡ് ആൻഡ് ബ്ലാക്ക്. സോ അത് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വരുന്നത്. വണ്ടി കൊടുത്തായിരുന്നു? അതെ, ഞാൻ അത് സെയിൽ ചെയ്തായിരുന്നു. അത് സെയിൽ ചെയ്താണ് ഈ പുതിയ മോഡൽ എടുത്തത്. അതെ. എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഞാൻ കഴിഞ്ഞ വർഷം നവംബർ ലാസ്റ്റോടെയാണ് വണ്ടി ഇറക്കിയത്. അതെ, ഇത് ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് വണ്ടിയാണ്. സൗത്ത് കേരള ഫസ്റ്റ് വണ്ടി. അതെ, സൗത്ത് കേരളയിലെ ഫസ്റ്റ് വണ്ടിയാണ്. ഫസ്റ്റ് വണ്ടി ഇറക്കാൻ പറ്റിയ സന്തോഷമാണ്. അതെ, വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ മോഡൽ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഞാനിപ്പോൾ ഓൾറെഡി 3480 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് ഇതുവരെ. ഓക്കെ, നമുക്ക് മെയിനായിട്ട് എല്ലാ വീട്ടിലും നമ്മൾ പറയാറുള്ള കാര്യം തന്നെയാണ് യൂസർ എക്സ്പീരിയൻസ് പറയുമ്പം അതിൻ്റെ ഒരു നെഗറ്റീവും പോസിറ്റീവ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിലോട്ട് വരും മുന്നേ ഈ ഒരു ഇപ്പം നേരത്തെ അപ്പാച്ചി ആയിരുന്നല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം അതേ ഒരു കുടുംബത്തിൽ തന്നെ എടുക്കാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണോ അതോ ഈ വണ്ടി എടുക്കുന്ന പ്രത്യേകിച്ച് കാരണം ഉണ്ടായിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ആദ്യമേ TVS വേണ്ട എന്നും വെച്ചാണ് ഇരുന്നത്. കാരണം RTR 200 എടുത്തതിന് ശേഷം എനിക്ക് കുറേ ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. സർവീസ് ബേസ് ആയാലും വണ്ടിയിൽ എനിക്ക് കുറച്ച് ലൈക്ക് ഒരു 5000 കിലോമീറ്റേഴ്സ് ആയപ്പോൾ തന്നെ എനിക്ക് എഞ്ചിൻ പണി വന്നു. അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ആയി, പാർട്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ ലൈക്ക് ഡൗൺ സൈഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇനി എടുക്കുന്നെങ്കിൽ TVSലോട്ട് പോവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നേ. അപ്പോഴാണ് നമ്മൾ റീസെൻ്റ്ലി ട്രയംഫിൻ്റെ സ്പീഡ് 400 ഇറങ്ങുന്നത്. അപ്പം ഞാൻ അത് കണ്ടു, വണ്ടി ഇഷ്ടപ്പെടുക്കണം. ബജാജ് ട്രയംഫും കൂടെ ആയതുകൊണ്ട് റീസണബിൾ ആയിരിക്കും, വണ്ടി നല്ല പെർഫോമൻസ്, നല്ല വണ്ടി ആയിരിക്കും എന്നുള്ള ഒരു ബേസിസിൽ ഞാൻ പോയി അത് ബുക്ക് ചെയ്തു. ഫസ്റ്റ് മറ്റേ 10,000 ഓണേഴ്സിൻ്റെ ഇതിൽ തന്നെ ഞാൻ പോയി ബുക്ക് ചെയ്തു, കിട്ടി. അപ്പോഴത്തേക്കും വണ്ടി ഡെലിവറി ആവാൻ കുറച്ച് 2-3 ദിവസം മുന്നെയാണ് RTR 310 ലോഞ്ച് ചെയ്തു. അപ്പോൾ ലോഞ്ച് ചെയ്തപ്പോൾ എനിക്ക് വണ്ടി അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന TVS, അതെ, വീണ്ടും പോയാൽ എനിക്ക് പണി കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തു, ലൈക്ക് വണ്ടി ഒന്ന് ഇറങ്ങട്ടെ, 2-3 ദിവസം ഇറങ്ങി ലൈക്ക് ഫ്യൂ മന്ത്സ് കഴിഞ്ഞിട്ട് എടുക്കാം എന്നുള്ള പ്ലാൻ തന്നെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ട്രയംഫ് ഡെലിവറിക്ക് വണ്ടി വന്നു എന്നും പറഞ്ഞ് വൈറ്റിൽ നിന്ന് വിളിയും തുടങ്ങി. ഞാൻ പേയ്മെൻറ്റും ലൈക്ക് ഫുൾ ചെയ്തില്ല, ബട്ട് ബുക്കിംഗ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ അത് വരെയും ചെയ്തു, ഇത് വന്ന് ഇതെനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനെക്കാട്ടി ലുക്കും ഉണ്ട്. രണ്ട് മനസ്സായി പോയി. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു ഫ്രണ്ടിന് ട്രയംഫിൻ്റെ വണ്ടി ഉണ്ട്, ലൈക്ക് ഒരു സ്ട്രീറ്റ് RRS ഉണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്തും കൂടെ ഞാൻ സജഷൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വണ്ടിയൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ മെയിൻ്റനൻസും പാർട്സിനൊക്കെ നല്ല കോസ്റ്റ് ആയിരിക്കും, അപ്പോൾ അത് നോക്കി വേണം എടുക്കാൻ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ TVS ആയതുകൊണ്ട് പാർട്സിന് വില ഇല്ല എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. ബട്ട് സ്റ്റിൽ പിന്നെ ഞാൻ എന്തായാലും ട്രയംഫ് അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഇത് ഫസ്റ്റിലെ തന്നെ അങ്ങ് ബുക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് ഓൾറെഡി എനിക്കൊന്ന് തൃശ്ശൂരിലെ വണ്ടി ഇറങ്ങി, ഫസ്റ്റ് ബൈക്ക് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ ട്രിവാൻഡ്രത്ത് വേറെ വണ്ടികൾ ഇറങ്ങിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇത് ബുക്ക് ചെയ്തതും. ലൈക്ക് 1 മന്തിനകത്ത് വണ്ടി കിട്ടാൻ. ഞാൻ ഇത് കതിർ TVS നീരമൻകര. അതെ. ഇപ്പം ഏകദേശം 3000 സംതിങ് കിലോമീറ്റർ ആയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ വണ്ടിയുടെ പോസിറ്റീവ് സൈഡിലോട്ട് തന്നെ കിടക്കാം. ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് വൈശാഖ് ബ്രോയ്ക്ക് ഈ വണ്ടിയിൽ നല്ല പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ ബട്ടറി സ്മൂത്താണ്. എല്ലാവരും പറയണ പോലെ നമ്മൾ KTM ബാക്കിയുള്ള ബൈക്കുകളോ അല്ല, പക്കയാണ്. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഓടിച്ച് തന്നെ ഫീൽ ചെയ്യണം.
അതുപോലെ തന്നെ പിന്നെ ഇത് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്, അതെല്ലാം ലൈക്ക് വർത്താണ്, വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം. ലൈക്ക് മെയിൻലി ക്രൂസ് കൺട്രോൾ. ഞാൻ ഇതുവരെ ഒരു ബൈക്കിലും ക്രൂസ് കൺട്രോൾ അങ്ങനെ കണ്ടില്ല, ഹൈ എൻഡ് ബൈക്കുകളിലല്ലാതെ. ക്രൂസ് കൺട്രോൾ വർക്ക്സ് ഫീസിബിൾ, പക്കയാണ്. നമുക്ക് ഇതുപോലത്തെ ഹൈവേയിലൊക്കെ ഇട്ട് പോയാൽ മതി, ലൈക്ക് ലോ സ്പീഡിലും പോകാം, ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈഡ് മോഡ്സ്, അത് വളരെ ഉപയോഗമാണ്. നമുക്ക് ഇതിൽ തന്നെ 5 റൈഡ് മോഡ്സ് ഉണ്ട്: അർബൻ, റെയിൻ, സ്പോർട്സ്, ട്രാക്ക്, പിന്നെ സൂപ്പർ മോട്ടോ. സൂപ്പർ മോട്ടോ എന്ന് പറയുന്ന പോലെ റെയർ ABS ഡിസേബിൾ ആവും. പിന്നെ അർബൻ മോഡിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഇതിൽ മിക്കവരും പറയുന്ന ഒരു പോരായ്മ, ഈ ബൈക്കിൻ്റെ ഒരു പോരായ്മയും പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ത്രോട്ടലിങ്ങിൻ്റെ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാൽ കുറച്ച് ലാഗ് കഴിഞ്ഞ് അത് ഡൗൺ ആവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു ഇഷ്യൂ അർബൻ മോഡിൽ മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഞാനും അത് ആദ്യം ഒരു ഇഷ്യൂ ആണെന്നും പറഞ്ഞാൽ ഇരുന്നേ, പക്ഷെ അതല്ല, ആക്ച്വലി അതൊരു നല്ല ഫീച്ചറാണ്. കാരണം ഇതിന് GTT എന്നും പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്, ലൈക്ക് ഗ്ലൈഡ് ത്രൂ ട്രാഫിക് എന്നും പറഞ്ഞു. അപ്പം നമ്മൾ ഈ ട്രാഫിക്കിൽ ഈസി ആയിട്ട് പോകാൻ വേണ്ടി അവർ ത്രോട്ടിലിംഗ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഈ അർബൻ മോഡിലാണ്. അതെ, അറിഞ്ഞത് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യും. കാരണം നമ്മളത് പെട്ടെന്ന് ലൈക്ക് പരിചയമില്ലാത്തവർ എടുക്കുകയാണെങ്കിൽ വണ്ടി കൈ നിൽക്കില്ല, ചിലപ്പോൾ പെട്ടെന്ന് എടുക്കുകയും അതെ നമുക്ക് പെട്ടെന്ന് ഇടിക്കാൻ ക്രാഷ് ചെയ്യാൻ വേണ്ടി ഒരു പ്രശ്നം വരും. ട്രാഫിക്കിൽ പോകാൻ എളുപ്പം ഈ GTT ഈ അർബൻ മോഡിലുണ്ട്. നമുക്ക് ലോ സ്പീഡ്, എനിക്ക് ഏറ്റവും ടോപ്പ് ഗിയർ 6th ഗിയറിൽ എനിക്ക് 38 km വരെ സ്പീഡ് കുറഞ്ഞ് നമുക്ക് പോകാൻ പറ്റും. അത് വളരെ ഉപയോഗപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളും ക്വിക്ക് ഷിഫ്റ്റും. പിന്നെ ലോങ് പോയാൽ വെച്ച് നോക്കാൻ ഈ കംഫോർട്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടില്ല. സോളോ ഡ്രൈവിന് പക്കയാണ്. പിന്നെ ഭയങ്കര ഐ ക്യാച്ചിയാണ്, റോഡിൽ പോയാൽ എല്ലാവരും കാണും. അതെ, കാരണം ഈ ബൈക്ക് റയർ അങ്ങനെ ഇല്ല, മറ്റുള്ള ബൈക്കുകൾ കുറേ ഒന്നും ഇറങ്ങിയിട്ടില്ല, കുറച്ചേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് വിചാരിക്കുന്ന TVS ഇങ്ങനെ ഒരു ബൈക്ക് ഉണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. വേറെ വണ്ടിയിൽ സെപ്പറേറ്റ് ഈ TVS അതെ. ആകെ കൂടെ എനിക്കൊന്ന് ഇവർക്ക് പ്രീമിയം ആയിട്ടുള്ളത് RR 3 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ ലുക്കിന്റെ ബേസിൽ നോക്കാൻ ഇത് പക്കയാണ്. അതെ. വേറെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ട് ഇപ്പം ലോങ് റൈഡ് ഒക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു? അതെ, ഞാൻ ഏറ്റവും കൂടുതൽ ലോങ് പോയിട്ടുള്ളത് മൂന്നാറാണ്. വണ്ടി എടുത്ത് ഫസ്റ്റ് സർവീസ് എങ്ങനെയെങ്കിലും ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയ റൈഡ് മൂന്നാറാണ്. അപ്പോൾ ഈ ലോങ് റൈഡ് ഒക്കെ പോയപ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ കംഫർട്ട് ആണെന്ന്, ലോങ് റൈഡ് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ബ്രേക്കിങ്ങിന്റെ കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതെങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ബ്രേക്കിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ പക്കയാണ് കേട്ടോ, നല്ല അടിപൊളി ബ്രേക്കിംഗ് ആണ്. നമ്മൾ ചെറുതായിട്ടും തൊട്ടാൽ മതി അവിടെ പിടിച്ച് നിൽക്കും, ബാക്ക് ആയാലും ഫ്രണ്ട് ആയാലും. സാധാരണ ചില ബൈക്കുകൾക്ക് ബാക്ക് ഭയങ്കര മോശമാണ്, ഷോക്കാണ് ബ്രേക്കിംഗ്, പക്ഷേ ഇതിന്റെ ബാക്കും പക്കയാണ്. അതെ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഇരിക്കുന്ന ഡൊമിനാറാണ്. സോ അതും ഇതും വെച്ച് ഓടിച്ച് നോക്കുമ്പോൾ ബ്രേക്കിംഗ് അടിപൊളിയാണ്. ഡൊമിനാർ 400 ആണ്. ഓക്കെ, അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ബ്രേക്കിങ്ങും ബാക്കി ഹാൻഡ്ലിംഗ് ഒക്കെ പക്കയാണ്. നമുക്ക് ട്രാഫിക് കൂടെയൊക്കെ ലൈക്ക് ഈസി ഫ്ലിക്കബിൾ ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പവർ ആവശ്യത്തിനധികം വാരിക്കറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്യൂക്കിനെ പോലെ മാരക പവർ ഒന്നുമല്ല, സ്റ്റിൽ ഈ ബൈക്കിന് പറ്റിയ പവർ ഇതിന് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് 35 PS പവർ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പോലും അതില്ല, വണ്ടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് ലൈക്ക് അറിയാതെ തന്നെ ഇതിൽ വീലി അടിക്കുന്നുണ്ട്. ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും പോലും നമ്മൾ ട്രാഫിക്കിൽ വെച്ച് പെട്ടെന്ന് ക്ലച്ചിലിട്ട് എടുക്കുകയാണെങ്കിൽ അറിയാതെ വീലി വീണ് പോകും. അപ്പം അത്രയും പവർ അതിനുണ്ട്, പോരാത്തിന് വെയിറ്റും കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് ഇതിലുണ്ടാവും. അതും ഈ ഞാൻ പറഞ്ഞ പോലെ മോഡുകൾ മാറുന്നതനുസരിച്ച് അതിൻ്റെ റെസ്പോൺസ് മാറും, ത്രോട്ടൽ റെസ്പോൺസ് മാറും, പവർ മാറും. പിന്നെ പോസിറ്റീവ് പറയാന്ന് വെച്ചാൽ നമുക്ക് കോർണറിംഗ് ഒക്കെ അറിയാലോ, മിഷലിൻ ടയറാണ് കിടക്കുന്നത്. സോ ചെയ്യാറുണ്ടോ? മൂന്നാർ പോയപ്പം അവിടുത്തെ ഹെയർ പിന്നുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എക്സ്റ്റെൻസീവ് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ നോർമലി ചെയ്യാൻ പറ്റും. നല്ല നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ പറഞ്ഞ പോസിറ്റീവ് വശം നോക്കുമ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ കൊടുത്ത പൈസക്ക് വർത്താണ്. അതെ, വർത്താണ്, വളരെ വർത്താണ്. അതാണ് ഞാൻ പിന്നെ TVS എടുത്ത് ഞാൻ വിഷമിക്കേണ്ടി വരുമോ എന്നുള്ള ചിന്ത ഞാൻ പിന്നെ വെച്ചാൽ കുഴപ്പമില്ല. കാരണം ഇവർ ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്, അത്രയും ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, പക്കയാണ്. അതിൻ്റെ പ്രീവിയസ് മോഡൽസ് പോലെയൊന്നും അല്ല, 200 RR 3 ഞാൻ പറഞ്ഞ പോലെ പ്രീമിയം മോഡൽ, ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ബെറ്റർ. വൈശാഖ് ബ്രോ എടുത്തതിന് ശേഷമുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എന്തായാലും ഒരു പോസിറ്റീവ് വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതിന്റെ നെഗറ്റീവ്സും ഏതൊരു വണ്ടിക്ക് എത്ര പ്രീമിയം വണ്ടിയാലും കാണും. അപ്പോൾ ഈ ഒരു മോഡൽസിൽ വൈശാഖ് ബ്രോയ്ക്ക് ഇത്ര നാൾ ഓടിച്ചിട്ട് വാങ്ങിയ നെഗറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇതിന് വൈബ്രേഷൻ ഉണ്ട്. നമ്മൾ RR 3 പോലെ തന്നെ നമ്മൾ ഹയറിലോട്ട് പോകുമ്പോൾ ഇച്ചിരി വൈബ്രേഷൻ ഉണ്ട്. നമ്മൾ ഈ മിററിലൊക്കെ അത് നല്ലപോലെ കാണാൻ പറ്റും. ചില സമയത്തിന് ഈ മിറർ തനിയെ ഇങ്ങോട്ട് മടങ്ങി വരും വൈബ്രേഷൻ കൊണ്ട്. അത് എനിക്കൊരു കൺസേൺ ആയിട്ട് തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളതൊരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ പിന്നെ അത് കാണില്ല. ലൈക്ക് ഒരു ചെറിയൊരു സ്പീഡിൽ നമ്മൾ 100-നകത്തും അല്ലെങ്കിൽ അതിന് മുകളിൽ പോകുമ്പോൾ മാത്രമേ ആ ഒരു വൈബ്രേഷൻ ഉണ്ടാകാറുള്ളൂ. പിന്നെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പാർട്സിൻ്റെ കോസ്റ്റാണ് മെയിൻലി, വളരെയധികം കോസ്റ്റ്ലിയാണ്.
ചിന്തിച്ചു അല്ലേ ഒന്ന് അതെ അതെ ട്രയംഫിലോട്ട്? ട്രയംഫ്. പക്ഷേ ട്രയംഫ് എന്ന പോലെ ഒരു ബ്രിട്ടീഷ് പ്രീമിയം കമ്പനി പോലെ അത്രയും കോസ്റ്റ്ലി അല്ല. ബട്ട് സ്റ്റിൽ TVS-നെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ലൈക്ക് നമ്മളിപ്പോൾ ഇതിന്റെ TFT കൺസോളിന് തന്നെ എനിക്ക് തോന്നുന്നു അറൌണ്ട് 28,000. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ കൂടെ ഈ പാർട്സിന്റെ കോസ്റ്റിന്റെ കാര്യം പറയാൻ കാരണം ഇപ്പം റീസെന്റ് ചെറിയൊരു ആക്സിഡന്റ് പോലെ സംഭവിച്ചു. വേറെ ഒന്നുമില്ല, ഞാൻ വീട്ടിൽ നിന്ന് ഫ്രണ്ടിൽ ഇറക്കിയപ്പോൾ വണ്ടി ഒന്ന് കയ്യിൽ നിന്ന് വീണു, ഒരു പട്ടി കുറുകെ ചാടി. അപ്പോൾ ലൈക്ക് ഒന്ന് പോയി ഫ്രണ്ട് പോസ്റ്റിൽ ചെന്ന് ഇടിച്ച് വീണായിരുന്നു വണ്ടി. സോ ആ സമയത്ത് എനിക്ക് കുറച്ച് നല്ല ഒരു വർക്ക് വന്നു. എനിക്കൊരു എസ്റ്റിമേറ്റ് തന്നെ ലൈക്ക് 63,000 റുപ്പീസോളം. അതെ, അത്രയും വന്നു. സംഭവം വേറെ ഒന്നുമില്ല, എനിക്ക് വളരെ വലിയ ഡാമേജ് ഒന്നും വന്നില്ല. എനിക്ക് തോന്നുന്നു ഈ TFT ഡിസ്പ്ലേ ഒന്ന് ലൈക്ക് ബാക്ക് സൈഡ് ഒന്ന് സ്ക്രാച്ച് ആയി, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും സ്ക്രാച്ച് ആയി, പിന്നെ മിറർ പൊട്ടി, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ 63,000 രൂപയായി. സോ ഈ വണ്ടി എടുക്കുന്നവർ അതും കൂടെ ഒന്ന് ചിന്തിക്കണം. അതെ അതെ, ലൈക്ക് ബട്ട് വർത്ത് ആണ്, ഞാൻ ഇല്ലെന്ന് പറയൂല. നമുക്ക് എപ്പോഴും ഇതുപോലെ ഡാമേജോ ആക്സിഡൻസോ വരുന്നതല്ല. അപ്പൊ എന്റെ കഷ്ടകാലം കൊണ്ട് വീണു, അത്രേ ഉള്ളൂ. പിന്നീട് എന്താ നെഗറ്റീവായിട്ടൊക്കെ ഫീൽ ആയിട്ടുള്ളത്? നെഗറ്റീവായിട്ട് പില്ലിയൻ കംഫോർട്ട് ഇല്ല, കംഫോർട്ട് കുറവാണ്. ബാക്കിൽ ഇരുന്നവർക്ക് ബുദ്ധിമുട്ടാണ് കുറച്ച്. ലൈക്ക് ഒരു 100 കിലോമീറ്റേഴ്സ് ഒക്കെ പോകുമ്പോൾ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഒട്ടും പറ്റില്ല. മറ്റേ R15 ഒക്കെ പോലെ പൊങ്ങിയിരിക്കുന്ന എല്ലാവരും പറയാറ്. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് സൗണ്ട്. ഇതിന് സൗണ്ട് ഒട്ടുമില്ല. പണ്ടുള്ള സൗണ്ട് ഇല്ല. അതെ, ഇത്രയും നല്ല അടിപൊളി ലുക്കും പെർഫോമൻസും കൊടുത്തിട്ട് പക്ഷേ സൗണ്ടിന്റെ കാര്യത്തിൽ മാത്രം അവർ പുറകോട്ടായി പോയി. എനിക്ക് തോന്നുന്നു R310 ഈ സെയിം എക്സോസ്റ്റാണ്. അതുപോലെ തന്നെ BMW സെക്ഷനിലോട്ട് പോകുമ്പോൾ G310R ഉം GS310 എല്ലാം ഈ സെയിം എക്സോസ്റ്റാണ് വരുന്നത്. നമ്മൾ ഇനിഷ്യലി ഇത് ബൈക്ക് അടുത്തെന്ന് അറിയ പോലും ഇല്ല, അറിയില്ല. പക്ഷേ ഹയർ റെവ്സിൽ പോകുമ്പോൾ ചെറിയ ഒരു മുടക്കം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മാറ്റി അല്ലെങ്കിൽ പിന്നെ എക്സോസ്റ്റ് മാറ്റും. പിന്നെ എക്സോസ്റ്റ് മാറ്റുന്ന ഇല്ലീഗലാണ്, അറിയാലോ. ആരെയും പ്രൊമോട്ട് ചെയ്യിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ അവർ എക്സോസ്റ്റ് മാറ്റിയിരുന്നെങ്കിൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ RTR 200 ഇതിനെക്കാട്ടി നല്ല സൗണ്ടായിരുന്നു, നല്ല ബേസ് സൗണ്ടായിരുന്നു. അതെ അതെ, നമ്മൾ ഈ ഒരു വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അതെ അതെ, കാരണം 4 പേര് കാണുന്ന വണ്ടിയാണ്. അതൊരു മെയിൻ ആയിട്ടുള്ള പോരായ്മയാണ്. വേറെ അങ്ങനെ പോരായ്മ ചോദിക്കാൻ ഒന്നുമില്ല. ഞാൻ ഇതുവരെ എനിക്ക് വേറെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല, പണി തന്നിട്ടില്ല. സസ്പെൻഷൻ എങ്ങനെ ഫീൽ ചെയ്യുന്നു? സസ്പെൻഷൻ ഒക്കെ പക്കയാണ്. നമുക്ക് ഇതിപ്പം ബേസ് മോഡലാണ്. സോ എനിക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പ് മോഡലിന് നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആക്കി കിട്ടും. അതെ അതെ, കൂളിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഹീറ്റിംഗും കൂളിംഗും ഓപ്ഷൻ ഉണ്ട്. അത് മറ്റേ BTO വെർഷനാണ്, ഏറ്റവും ടോപ്പ് വെർഷൻ. അതെനിക്ക് ഒന്ന് ലൈക്ക് അറൌണ്ട് 4 lakhs അടുപ്പിച്ച് ആവും. ഞാൻ ആദ്യം അതൊക്കെ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഓടുന്നതിന് നമുക്ക് സീറ്റിന്റെയും അല്ലെങ്കിൽ ലൈക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ അതൊക്കെ ട്രാക്കിൽ ഓടുന്നവർക്കോ അങ്ങനെ അത്രയും അങ്ങനത്തെ യൂസ് ഉള്ളവർക്കാണെങ്കിൽ ഇറ്റ്സ് ആവശ്യം വരുന്നു. അതെ അതെ. പിന്നെ എടുത്തതിന് ശേഷം പിന്നെ തണുക്കുകയും ചൂടായും ചെയ്തില്ലെങ്കിൽ അതെ, അതിനും പിന്നെ വീണ്ടും നല്ല കോസ്റ്റ്. അതിനും എനിക്കൊന്ന് 30,000 റുപ്പീസ് അടുപ്പിച്ചെന്തോ ഉണ്ട് സീറ്റിന്റെ സംഭവത്തിന് മാത്രം. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ നെഗറ്റീവ്സ് മാത്രമേ തോന്നിയിട്ടുള്ളൂ? അതെ, ഇതുവരെ എനിക്ക് അതേ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ വൈശാഖ് ബ്രോ ഇപ്പം ഇതിൽ ഇത്ര നാൾ ഓടിച്ചിട്ടുള്ളതിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള വൈശാഖ് ബ്രോയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. അതെ അതെ. അപ്പോൾ അടുത്തത് ചോദിക്കാനുള്ളത്, ഇതിന്റെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? അതെ അതെ, ആ കാരണം ലൈക്ക് ഇത് വെറും ലുക്ക് മാത്രമല്ല, അതിനനുസരിച്ച് ഫംഗ്ഷനാലിറ്റി ഉണ്ട്. നല്ല വിസിബിൾ ആണ്, നല്ല ത്രോയും ഉണ്ട്. അതെ, മറ്റുള്ള ബൈക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വേ ബെറ്റർ. KTM ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. അതെ, എനിക്ക് അതിലൊരു ബുദ്ധിമുട്ട്. നൈറ്റൊക്കെ പോയപ്പോൾ കാരണം ഞാൻ അറിയാൻ പോയെന്ന് പറഞ്ഞു, നൈറ്റൊക്കെ പോയപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു, നല്ലതുപോലെ കാണാൻ പറ്റുമായിരുന്നു. വൈബ്രേഷനിൽ ഈ മിറർ ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ എങ്കിലും വിസിബിലിറ്റി എങ്ങനെ ഫീൽ ഉണ്ട്? വിസിബിലിറ്റി നല്ല ക്ലിയർ ആണ്. നമുക്ക് അതിനനുസരിച്ചുള്ള ലെങ്തും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാം കാണാൻ പറ്റും. അതെ അതെ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതിന്റെ മൈലേജ് എത്രയാണ് കിട്ടുന്നുള്ളത്? ഇപ്പം ലോങ് ഒക്കെ പോയിട്ടുണ്ടല്ലോ, അപ്പൊ എത്ര മൈലേജ് വരുന്നുണ്ട്? ഇപ്പൊ നോർമലി ഇതുപോലെ ഒരു 300cc 400cc സെഗ്മെന്റിൽ ബൈക്കിൽ മൈലേജ് നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയും വളരെ കുറവാണ്, 30, 28 ഒക്കെയാണ് പറയുന്നത്. പക്ഷേ ടു ബി ഓണസ്റ്റ് എനിക്ക് ഇതിൽ മൂന്നാർ പോയപ്പം എനിക്ക് ഏറ്റവും ഹയസ്റ്റ് കിട്ടിയിട്ടുള്ളത് 42 ആണ്. 42 കിട്ടി. ഇവിടുത്തെ നോർമൽ സിറ്റി റൈഡ്സ് ഒക്കെ ഇതിൽ തന്നെയാണ്. ഞാൻ തന്നെ ലൈക്ക് 42 കിട്ടി. ഞാൻ പിന്നെ ആദ്യം വിചാരിച്ചു ലൈക്ക് ഇനി ഇതിന്റെ എറർ എന്തെങ്കിലും ആയിരിക്കോ, അല്ല ബുള്ളറ്റിന് പോലും 35 ഉള്ളൂ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചില്ല ഇനി ഡിസ്പ്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ടാങ്ക് ടു ടാങ്ക് റേഞ്ച് കൊടുത്തപ്പോൾ എനിക്കൊന്ന് ഇവിടെ നിന്ന് മൂന്നാർ വരെ പോയി, ലൈക്ക് കഴക്കൂട്ടത്ത് നിന്ന് മൂന്നാർ വരെ പോയി എനിക്ക് തിരിച്ചു എനിക്ക് ആകെ ആയത് ലൈക്ക് 2500 റുപ്പീസിന്റെ പെട്രോളേ ആയിട്ടുള്ളൂ ബാക്ക് ആൻഡ് ഫോർത്ത്. സോ എനിക്ക് മൈലേജിന്റെ കാര്യത്തിൽ എനിക്ക് ഐ എം സാറ്റിസ്ഫൈഡ്. എന്തായാലും ലോങ് പോവുകയാണെങ്കിൽ 40 എബോവ് കിട്ടും. നോർമൽ സിറ്റി റൈഡ്സിലൊക്കെ 35. ഇത്രയും ലുക്കുള്ള ഇത്രയും മൈലേജ് കൊടുക്കാൻ പാടില്ല. അതെ, TVS അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ കുറച്ച് മുന്നോട്ടാണ്. ലൈക്ക് എന്റെ 200 തന്നെ നല്ല മൈലേജ് ഉണ്ടായിരുന്നു, 40-45 പ്ലസ് ഉണ്ടായിരുന്നു. സോ അത് വെച്ച് നോക്കുമ്പോൾ
ഗുഡ്, മൈലേജ് നല്ലതാണ്. അതെ അതെ. അപ്പോൾ ഇത്ര നേരം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പോസിറ്റീവ് തോന്നിയ കാര്യം ഇതാണ്, മൈലേജ് ആണ്. ഓക്കെ, ഇതിന്റെ പാർട്സിന്റെ വിലയൊക്കെ നേരത്തെ ഹൈ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സർവീസ് കഴിഞ്ഞല്ലേ? അതെ, ഫസ്റ്റ് സർവീസ്. അപ്പോൾ ഈ സർവീസ് കോസ്റ്റ് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഈ ഒരു സെഗ്മെന്റ് ബൈക്ക് അല്ലെങ്കിൽ ഈ ഒരു 300cc ബൈക്കിനെ ഞാൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ കോസ്റ്റ്ലി അല്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സർവീസിനേക്ക് ഓയിൽ ചേഞ്ചും ഫിൽറ്ററും എല്ലാം കൂടെ നോക്കി എനിക്ക് 2400 rupees ആണ് ആയത് നോർമലി. അതെ അതെ, മറ്റുള്ള ബൈക്കിൽ കൂടിയാലേ ഉള്ളൂ. സെക്കൻഡ് സർവീസ് എനിക്കൊന്ന് അടുത്ത 5000 കിലോമീറ്ററിലാണ് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരു ടോപ്പ് എന്തൊക്കെയോ ചെക്കപ്പ് ആൻഡ് ടോപ്പ് ഉള്ളൂ, ഓയിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ അതൊരു 1000 rupeesനകത്തൊക്കെ വരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. നോർമലി ഇത്തരത്തിലുള്ള പ്രീമിയം വണ്ടികളിൽ നമ്മുടെ എൻജിൻ സൈഡ് ഹീറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരാറുണ്ട്. അത്തരത്തിൽ ഈ മോഡൽ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഹീറ്റിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ നോർമൽ ഒരു 300cc ബൈക്കിനുള്ളതുപോലെ ഉള്ളൂ. നമ്മൾ റൈഡിങ് ചെയ്യുന്ന സമയത്ത് അത് അറിയില്ല. ട്രാഫിക്കിലൊക്കെ ഒരു കുറച്ച് 10-15 മിനിറ്റ് നിൽക്കുന്നെങ്കിൽ മാത്രമേ അത് ഫീൽ ചെയ്യൂ. കാരണം ഇതിൻ്റെ എക്സോസ്റ്റ് കറക്റ്റ്ലി ബാക്കിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ കാലും കറക്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിൽ ഹീറ്റ് അടിക്കില്ല, ബട്ട് സ്റ്റിൽ എക്സോസ്റ്റിൻ്റെ അവിടുത്തെ ഹീറ്റ് നമ്മളെ കാലിൽ അടിക്കാറുണ്ട്. അത് ഭയങ്കര പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നു. ഇല്ല, എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. അതെ അതെ, ഒരു കാര്യം പറയാം, അതിന് നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും വൈശാഖ് ബ്രോ ഇപ്പം വണ്ടിയുടെ ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ, നെഗറ്റീവും പോസിറ്റീവും ഇതിൻ്റെ സർവീസ് കോസ്റ്റും മൊത്തത്തിലുള്ള ഇതിൻ്റെ വിസിബിലിറ്റി എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ഒരാൾക്ക് അയാൾക്ക് തന്നെ തീരുമാനിക്കാം ഇത് എടുക്കണോ വേണ്ടെന്നുള്ള കാര്യം. എങ്കിലും RTR 310 എടുക്കണമെന്നൊരാഗ്രഹമുള്ള ഒരാൾ, അയാളോട് വൈശാഖ് ബ്രോയ്ക്ക് പറയാനുള്ളൊരു കാര്യം എന്താണ്? ഈ വണ്ടി എടുക്കണോ അല്ലെ വേണ്ട, അല്ലെങ്കിൽ മറ്റേന്ന് വണ്ടി ചൂസ് ചെയ്യണോ എന്ന രീതിയിൽ അവർക്ക് മനസ്സിലായി കാണും. എങ്കിലും വൈശാഖ് ബ്രോയുടെ വായിന്ന് കേട്ടാൽ സന്തോഷമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ ആദ്യം ട്രയംഫിൽ നിന്ന് അത്രയും വലിയ ബ്രാൻഡിൽ നിന്ന് ഞാൻ നേരെ ഇതിലോട്ട് വന്നതാണ്. ഞാൻ എടുക്കൂല എന്നും തീരുമാനിച്ചൊരു ബൈക്കിലോട്ട് തന്നെയാണ്. കാരണം അത് അത്രയും നല്ല വണ്ടിയും അത്രയും ഫീച്ചേഴ്സും അത്രയും ഗുഡ് ലുക്കിംഗ് കൂടെ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. സോ ഇത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എടുക്കാനേ പറയുള്ളൂ. അതെ, ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ 2-3 വേരിയൻസ് ഉണ്ട്, പർപ്പസിനനുസരിച്ച് എടുക്കാം, അത്രയും ഞാൻ പറയുന്നത്. നമുക്ക് യൂസ് ഇല്ലാത്ത കാര്യം എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഇതിപ്പം ബേസായി, ഈ ബേസ് വെർഷനിൽ തന്നെ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, പിന്നെ ഓട്ടോ ഡിമി ഹെഡ്ലൈറ്റ് എല്ലാം ലൈക്ക് ഈ ഒരു പാക്കേജിൽ ഇതെല്ലാം ഉണ്ട്. ഇത് ബേസ് മോഡൽ. ഓൺ റോഡ് എത്രയായിരുന്നു? ഇത് ഓൺ റോഡ് 3,30,000. അതിനുള്ള വർത്ത് എന്തായാലും എല്ലാം ഉണ്ട്. കാരണം ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന നമുക്ക് ഡ്യൂക്കിനായാലും വേറെ ബൈക്കൊന്നും ഇല്ല, BMW സഹിതം ഇല്ല. ഇത് ഇറങ്ങിയപ്പോൾ തന്നെ ആക്ച്വലി കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരുന്നു, ഇത്രയും ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ള രീതിയിൽ. സോ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. പിന്നെ ആകെ മനസ്സിൽ വെക്കേണ്ട കാര്യം, കൊണ്ടുപോയി ക്രാഷ് ചെയ്യരുത്. കാരണം പാർട്സ് ഒക്കെ കിട്ടാനും ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ്. ബാക്കിയുള്ള കാര്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഞാൻ ഗോ ഫോർ ഇറ്റ് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ RTR 310 ഒരു യൂസർ എക്സ്പീരിയൻസ് നോക്കിയപ്പം വൈശാഖ് ബ്രോ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഏകദേശം 3500 അല്ലേ? 700. ഓക്കെ, 3700 അടുപ്പിച്ചായി. ഇത്രയും കിലോമീറ്റർ ഓടിയിൽ പുള്ളിക്കാരൻ പക്ക സാറ്റിസ്ഫൈഡ് ആണ്. വണ്ടിയുടെ റൈഡിങ് കംഫർട്ട് ആണെങ്കിലും അതിൻ്റെ ബാക്കി എല്ലാ രീതിയിലും. നെഗറ്റീവായിട്ട് പറയുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ കാണും. ചിലപ്പോൾ ഇനി അടുത്ത വർഷം ഇറക്കുമ്പോഴാണെങ്കിൽ അവർക്ക് അത് മാറ്റാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷേ അതർവൈസ് വണ്ടി കൊടുത്ത പൈസയ്ക്ക് ഇത് വർത്താണ്, അതിലൊരു മാറ്റവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ RTR 310 യൂസർ എക്സ്പീരിയൻസ് വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ വീട്ടിലെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. പക്ഷേ അതിന് മുന്നേ ഫിനിഷ് ചെയ്യും മുന്നേ അഗെയിൻ താങ്ക് യു വൈശാഖ് ബ്രോ. കാരണം പുള്ളിക്കാരൻ കഴക്കൂട്ടത്തിൽ താമസം. അതെ, ഇന്നലത്തെ ഡ്യൂട്ടിയെ കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് വെളുപ്പാങ്കാലം നമുക്ക് വേണ്ടി വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും അഗെയിൻ താങ്ക് യു വൈശാഖ് ബ്രോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റിവ്യൂ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോ കാണാം. ബൈ.